അപ്പോൾ 2025 ജെഇ മെയിൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 28-ാം തീയതി, ജനുവരി 28-ാം തീയതി, അതായത് ജെഇ മെയിൻ്റെ 4ാമത്തെ ദിവസം, ഇത് 2ാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് മോൻ്റെ പേരെന്താ? മാധവ്. അപ്പം മാധവനോട് നമുക്ക് ഇന്നത്തെ എക്സാമിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എക്സാം? ഇന്നത്തെ എക്സാം ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. മാത്സ് നല്ല ടഫ് ആയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി ഈസി ടു മോഡറേറ്റ്. അപ്പം കൂടുതൽ ചാപ്റ്റർ ഒക്കെ ഒന്ന് ഓർത്ത് വരുവാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ചോദിച്ചതെന്ന് മോനെ പറയാൻ പറ്റുമോ? ഫിസിക്സ് ഒപ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വേ ഒപ്റ്റിക്സിൽ നിന്നൊന്നും കണ്ടില്ല. റേ ഒപ്റ്റിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മാത്സ് ആണെങ്കിൽ കോണിക്സിൽ നിന്ന് അത്യാവശ്യം നല്ലതായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി ഓർഗാനിക് 3 ക്വസ്റ്റ്യൻ. കെമിസ്ട്രി ഒരുമാതിരി എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് ചോദിച്ചത്. ഫിസിക്സ് കുറച്ച് ബയസ്ഡ് ആയിട്ടായിരുന്നു തോന്നുന്നു ചോദിച്ചത്. സെക്കൻഡ് ഇയർ നല്ലപോലെ ചോദിച്ച പോലെ തോന്നുന്നു. സെക്കൻഡ് ഇയർ കൂടുതലും ചോദിച്ചത് സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം ഈസി ആയിരുന്നു. ഫിസിക്സ് സ്റ്റാൻഡേർഡ്, മാത്സ് നല്ല ലെങ്തി ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടോ? അത് അതിന് ശേഷമാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. മാത്സും കെമിസ്ട്രിയും ഫിസിക്സ് ഏകദേശം അതേപോലെ തന്നെയായിരുന്നു. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ചോദ്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത ടൈപ്പ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണിയല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. എല്ലാം തന്നെ നമ്മുടെ മോഡലിൽ കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിനോടൊരു നേരത്തെ കണ്ട കാര്യങ്ങളൊന്നും തോന്നിയില്ല? നേരത്തെ കണ്ടതാണെന്നുള്ളൊരു ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു മോഡൽ എക്സാം ഒക്കെ എഴുതുന്ന ഒരു ഫീൽ ഉള്ളായിരുന്നു. ബാക്കി അകത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻവിജിലേറ്റേഴ്സിന്റെ കാര്യങ്ങളും അത് എല്ലാം സ്മൂത്ത് ആയിട്ട് പോയത്. പെട്ടെന്ന് എല്ലാവരും കയറി, കുഴപ്പമില്ല. മറ്റു പ്രശ്നങ്ങൾ ടെക്നിക്കലി ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ബാക്കി വെരിഫിക്കേഷൻ കാര്യങ്ങളോ എല്ലാം നല്ലതായി പോയി. ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു പെർസെന്റേജ് സ്കോർ തന്നെ കിട്ടട്ടെ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.